ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ വരുന്നത് അല്ലേ. അതായത് ഇതിനൊരു ലോവർ മൂണാർ ഓർബിറ്റ് കാണും നമ്മളെ ലിയോ പോലെ. അതിന് താഴത്തെ ഹൈറ്റിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഇത് എത്ര വെലോസിറ്റി കൊടുത്താലും അതിന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, താഴത്തേക്കായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. സോ ഇത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഗ്രാവിറ്റി എർത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും കോറിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിലേക്കാണ് ലാൻഡ് ചെയ്യേണ്ടത്. അപ്പം കൊളൈഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതാണ് ഒന്ന്, കൊളീഷൻ ചാൻസ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതല്ലാതെ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു പ്ലാനറ്റിലെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ? ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡസ്റ്റായിട്ടും റോക്കായിട്ടും സ്പേസ് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ സർഫസ് ലെവലിൽ കാണും. കാരണം അറ്റ്മോസ്ഫിയർ ആണ് ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ കൊമറ്റ് ആയ സാധനങ്ങൾ, റോക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഈ സാധനങ്ങളൊന്നും സാധാരണ എർത്തിൻ്റെ ഒരു ലെയറിനകത്ത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവും. സോ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് കൂടുതലാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും? പിന്നെ വേറെ പ്രശ്നമാണ് എക്സ്ട്രീം വെതർ. അതായത് എയ്തർ സ്കോച്ചിങ് ഹീറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രീം തണുപ്പായിരിക്കും. അപ്പം ഈ സോളാർ ലൈറ്റ് അവൈലബിൾ ആയിരിക്കണമെന്നില്ല, സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ എർത്തിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ ഗഗൻയാൻ പോലത്തെ ഒരു പ്രൊജക്റ്റ് റീക്യാപ്സുലേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ തിരിച്ചു വിട്ട സാധനത്തിനെ തിരിച്ച് എർത്തിലേക്ക് എത്തിക്കുന്നത്. ഇതിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്താ? ഏറ്റവും വലിയ ചാലഞ്ച് ഈ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എന്താ അറ്റ്മോസ്ഫിയറിൻ്റെ ചാലഞ്ച്? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ ഒരു 2 കിലോമീറ്റർ ഹൈറ്റിൽ കാണുന്ന സാധനമല്ല. 16 to 32 പല 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 ലെയറായിട്ടാണ് കാണുന്നത്. ഈ ഓരോ ലെയറിനും ഓരോ പ്രോപ്പർട്ടിയും ഉണ്ട്. ഡെൻസിറ്റി മാറും, ടെമ്പറേച്ചർ മാറും, അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറും. അപ്പോൾ ഇത്രയുള്ളൊരു സ്ഥലത്തേക്കാണ് ഹൈ വെലോസിറ്റി ഉള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷണൽ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് സാധനം ബേൺ ഔട്ട് ആയി പോകും. ഇതിന് എക്സാമ്പിളാണ് കൽപ്പന ചൗളയൊക്കെ മരിച്ച ഇൻസിഡൻറ്റ്. അത് എയർ ഫ്രിക്ഷൻ, ഹീറ്റ് ഇൻസുലേറ്റേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഫെയിലിയർ ഉണ്ടായത്. അപ്പോൾ ഇതേ സാധനം ഓവർകം ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്നത്തെ മിഷൻ ചെയ്തത്, റീക്യാപ്സുലേഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഗഗൻയാനിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടു ക്യാരി ഔട്ട് മാൻഡ് ഓപ്പറേഷൻ വിത്ത് 3 ഇൻഡിവിജ്വൽസ്. ഇതൊരു ലോവർ എർത്ത് ഓർബിറ്റിനകത്തേക്ക് 1 to 7 days പീരീഡ് ഇവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 7 daysനുള്ളിൽ തിരിച്ച് എർത്തിലേക്ക് റീ എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് പ്ലാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഇയറാ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അറിയോ? ഇല്ല, 2020 നമ്മൾ ലോഞ്ചിങ് ഉദ്ദേശിച്ചിട്ടില്ല, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ഇറ്റ് സേസ് ദാറ്റ് പീപ്പിൾ ഹു ആർ സെലക്ടഡ് മൈറ്റ് റിക്വയർ 3 years ഓഫ് ട്രെയിനിങ്. അപ്പം 25 ആവാനാണ് സാധ്യത. അപ്പോൾ ആരാ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ ലാൻഡ് മിഷനിലേക്ക്? ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ISRO ടുഗദർ സെലക്ട്സ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പേസ് ട്രാവലിംഗ്. അപ്പം 2025 ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും മെയിൻ പ്രോസ്പെക്ട്. അപ്പോൾ ജസ്റ്റ് വേണ്ട സാധനങ്ങൾ മാത്രം ഒന്ന് എഴുതി വെച്ചോ. ക്യാബിനറ്റ് അപ്രൂവ്ഡ്, ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്യാബിനറ്റ് അപ്രൂവ്ഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കപ്പാസിറ്റി. ഇത് ലോവർ എർത്ത് ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 to 7 days ആണ് പീരീഡ്. 3 membered ക്രൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഡിജിനസ് പ്രോജക്റ്റ് ആണ്. 300 to 400 kilometer above എർത്തുള്ള ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്രൂ വിൽ ബി ചൂസൺ ബൈ IAF and ISRO. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓർബിറ്റർ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓർബിറ്റർ മൊഡ്യൂളിനകത്ത് 2 കമ്പാർട്ട്മെൻറ്റ്, വൺ ഇസ് സർവീസ് മൊഡ്യൂൾ ആൻഡ് ക്രൂ മൊഡ്യൂൾ. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ട് കാണാം. അതിനകത്ത് മാൻഡ് മിഷനകത്ത് ആ ഓർബിറ്ററിനകത്ത് 2 റൂമുകൾ ഉണ്ടാവും വലിയ. ഇത് 3 to 7 meters ഒക്കെ ലെങ്ത്തുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചിട്ടുണ്ടാവും. ഒന്നിനകത്താണ് സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ ജനറേഷൻ, ബാറ്ററി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ഈ സാധനങ്ങളൊക്കെ ഒരു പാർട്ടിനും ഇവർ സാധാരണ താമസിക്കാനും ബേസിക് മൊഡ്യൂളിൻ്റെ കൺട്രോളിനും വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷനും വേണ്ടിയുള്ള വേറൊരു മൊഡ്യൂളായിരിക്കും. 2 മൊഡ്യൂളായിട്ടാണ്
നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ISSൻ്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ അകത്തൊക്കെ വീഡിയോ ഫുട്ടേജ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, അതിനകത്ത് 4, 5, 6 കമ്പാർട്ട്മെൻറ്റുകളാണ്. ബാറ്ററി റൂം ഒന്ന്, ഭക്ഷണം കഴിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൊഡ്യൂള്. കാരണം അവിടെ ലോ ഗ്രാവിറ്റിയിലായതുകൊണ്ട് മസിൽ ഫാറ്റീഗും ബോഡിക്ക് വിയറണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ISSനകത്ത്. അപ്പോൾ നമ്മൾ 7 days ആയതുകൊണ്ടാണ് ഇങ്ങനെ 2 മൊഡ്യൂളാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇനിയിപ്പോൾ ആഡപ്പ് ആവും കറണ്ട് അഫയേഴ്സ്. എനിക്ക് തോന്നുന്നു ഇപ്പം ആവശ്യമില്ല. KSൻ്റെ ഒരു പ്രോസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇത്രയും മതി. പക്ഷേ കുറച്ച് അങ്ങോട്ടുള്ള ഏതെങ്കിലും എക്സാം ആകുമ്പോൾ അപ്പോഴത്തേക്ക് അപ്ഡേറ്റ്സ് ഉണ്ടാവും. നമ്മൾ ഡിഫൻസിൽ ന്യൂസിൽ എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് ന്യൂക്ലിയർ ട്രയാഡ്. കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. എങ്ങനെ? ആ പ്രൊജക്റ്റ് അല്ലേ? പറയാം, കറണ്ട് അഫയേഴ്സ് വരും പറയാം, ഞാൻ എടുക്കാം. ഇതിലുണ്ട്, ഇതുമായിട്ട് സെയിം പ്രൊജക്റ്റാണ്, ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത് രണ്ടും. അത് വരുമ്പോൾ പറയാം. ഇതിനകത്ത് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ? വാട്ട് ഡു യു നോ അബൌട്ട് ന്യൂക്ലിയർ ട്രയാഡ്? ബേസിക്കലി ന്യൂക്ലിയർ സാധനങ്ങൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിൻ പർപ്പസ് ഇസ് എനർജി ജനറേഷനാണ്. പക്ഷെ നമ്മൾ എനർജി ജനറേഷൻ അല്ല മിക്കവാറും വേൾഡ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെപ്പൺസ് ജനറേറ്റ് ചെയ്യാനും ഡിഫൻസ് മെക്കാനിസം ആയിട്ടും ഒരു വാർ ഹെഡായിട്ടുമാണ് ന്യൂക്ലിയർ വെപ്പണിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എന്താണ്? വാട്ട് ഈസ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി? നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് 1999 ന്യൂക്ലിയർ ട്രയാഡ് ഡോക്ട്രൈനാണ്. ഡോക്ട്രൈൻ എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള മീനിങ് ആണ്. 1999 പ്രിൻസിപ്പിളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തത്. എന്താണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി? ഹൗ ഡു വി ഡിഫൈൻ അവർ ഓൺ ന്യൂക്ലിയർ പോളിസി? ഇന്ത്യ ഒരു ന്യൂക്ലിയർ പ്രോലിഫറേഷൻ കൺട്രി ആണോ? ന്യൂക്ലിയർ ഇല്ല, നമ്മൾ ട്രീറ്റിയിലൊന്നും സൈൻ ചെയ്തിട്ടില്ല. നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ നമ്മൾ മെമ്പർ അല്ല. പക്ഷേ നമ്മൾ വി ആർ ന്യൂക്ലിയർ പവർ, ബട്ട് വി വോണ്ട് യൂസ് ഇറ്റ് ഓൺ അനദർ കൺട്രി ഓർ അനദർ എനിമി കൺട്രി വിത്തൗട്ട് എ പ്രോപ്പർ അറ്റംപ്റ്റ് ഓഫ് വാർ. അല്ലെങ്കിൽ ഡിഫൻസ് മെറ്റീരിയലായിട്ട്, ഡിഫൻസ് മെക്കാനിസം ആയിട്ട് മാത്രമേ നമ്മളൊരു വാർ ഹെഡായിട്ട് ന്യൂക്ലിയർ പവറിന് യൂസ് ചെയ്യൂ. അല്ലാതെ ഒരു പ്രോലിഫറേഷനും ചെയ്യുകയില്ല. അതിന് പുറമെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തുന്നത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ നടത്തുന്ന ന്യൂക്ലിയർ ടെസ്റ്റുകൾ, ഇപ്പോൾ പൊക്രാനിലൊക്കെ ടെസ്റ്റ് നടത്തിയാണ് ഇന്ത്യയുടെ ഹിസ്റ്ററിക്കലി. നമ്മൾ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബീയിങ് എ ന്യൂക്ലിയർ പവർ ആസ് ഫാർ ആസ് ഇന്ത്യ ഈസ് കൺസേൺഡ്? നമ്മളൊരു ന്യൂക്ലിയർ പവർ ആവുന്നതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, ആവശ്യകത? ഒന്ന്, നമുക്കത് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട് ഒരു ന്യൂക്ലിയർ അറ്റാക്കിന്. അതായത് ഇഫ് യു ആർ എ ന്യൂക്ലിയർ പവർ ദെൻ യു ആർ നോട്ട് ലൈക്ലി ടു ബി അറ്റാക്ട്. എന്തുകൊണ്ടാണ്? തിരിച്ചൊരു ഡിഫൻസ് ഉണ്ടാവും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയർ വെപ്പണിനകത്ത് നമുക്കൊരു അറ്റാക്ക് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. മെയിൻ പർപ്പസ് അതാണ്. പിന്നെന്താ, നമ്മുടെ നെയ്ബറിങ് കൺട്രീസ് അല്ലെങ്കിൽ നമ്മളൊരു കോൺഫ്ലിക്റ്റ് ഉള്ള പ്രധാനപ്പെട്ട 2 കൺട്രീസ് ന്യൂക്ലിയർ വാർഹെഡാണ്, ചൈന ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ്. പിന്നെന്തെങ്കിലും ഉണ്ടാവും. അപ്പം വാട്ട് ഈസ് ദിസ് ട്രയാഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വാർഹെഡിൽ അല്ലെങ്കിൽ ഡിഫൻസീവ് മെക്കാനിസം ആയിട്ട് ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകളായിട്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ന്യൂക്ലിയർ ട്രയാഡിനകത്ത് എഴുതാം. വി ഫോളോ 1999 ന്യൂക്ലിയർ ട്രയാഡ് ഡോക്ട്രൈൻ. വി യൂസ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്. അതാണ് ഫസ്റ്റ് വൺ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്. Then submarine launched ballistic missiles. Intercontinental ballistic missile യൂസ് ചെയ്യുന്നുണ്ട്, submarine launched ballistic missile യൂസ് ചെയ്യുന്നുണ്ട്. And we use strategic bombers. ഈ 3 മെത്തേഡിലാണ് നമ്മൾ ന്യൂക്ലിയർ വാർഹെഡിനെ ആസ് എ ഡിഫൻസീവ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 3 ലെവലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ട്രയാഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബാലിസ്റ്റിക് എടുക്കുമ്പോൾ പറഞ്ഞു, ബാലിസ്റ്റിക്സ് മിസൈൽസ് ഹാസ് ഗോട്ട് എ റേഞ്ച് ഓഫ് അപ് ടു 12,000 കിലോമീറ്റർ.
ആസ് ഫാർ ആസ് നൗ. അപ്പം ഇന്റർകോണ്ടിനെന്റലി ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് എനിമി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിലോ വി മേ യൂസ് ഇറ്റ് ഇൻസൈഡ് എ ബാലിസ്റ്റിക് മിസൈൽ. അല്ലെങ്കിൽ സബ്മറൈൻ ലോഞ്ചറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക എപ്പോഴും. ഒരു ഇന്ത്യക്ക് ഏറ്റവും വലിയ ബൗണ്ടറി എന്ന് പറയുന്നത് ഓഷ്യാനിക് ബൗണ്ടറി ഉണ്ട്, സീ ബൗണ്ടറി ഭയങ്കര വലുതാണ്. സോ അതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ഒരു റിമോട്ടായ ലൊക്കേഷനിൽ, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു കൺട്രിയുടെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സബ്മറൈൻ ലോഞ്ച് സിസ്റ്റം ആയിരിക്കും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് സ്ട്രാറ്റജിക് ബോംബേഴ്സ്. എന്താ സ്ട്രാറ്റജിക് ബോംബേഴ്സ്? ഈ സ്ട്രാറ്റജിക് ബോംബേഴ്സ് ആണ് ഹിരോഷിമയിലൊക്കെ ബോംബിങ് ചെയ്തത്. അതായത് സബ്മറൈനോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലോ അല്ല, എയർക്രാഫ്റ്റ് തന്നെ ക്യാരി ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അപ്പം അങ്ങനെ എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രാറ്റജിക് ബോംബേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ 3 മെത്തേഡാണ് നമ്മൾ ന്യൂക്ലിയർ എനർജിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ട്രയാഡിനകത്ത് ചിലപ്പം മഹാരാഷ്ട്ര സ്റ്റേറ്റ് PSCക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ ചോദ്യം. അതായത് 4 മെത്തേഡ് വന്നിട്ടുണ്ടാവും. അക്കോർഡിംഗ് ടു ഇന്ത്യാസ് 99 ന്യൂക്ലിയർ ട്രയാഡ് ഡോക്ട്രൈൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തഡ് ഓഫ് ന്യൂക്ലിയർ വാർഹെഡ്. അതിനകത്ത് ഇത് 3 ചോദിച്ചാൽ ഒരു എക്സ്ട്രാ അഡീഷണൽ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചൂസ് ഔട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. അടുത്തത് ഇത് അടുത്ത സാധനം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയാം, നാഷണൽ ഡ്രോൺ പോളിസി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നാഷണൽ ഡ്രോൺ പോളിസി റീസെൻ്റ്ലി ന്യൂസിൽ ഉണ്ടായിരുന്നു. എന്താ നാഷണൽ ഡ്രോൺ പോളിസി? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജിങ് ഡ്രോൺസ് as far as defense is concerned? How important is that? ഡ്രോൺ ഉണ്ടാക്കുന്ന ത്രെട്ട് എന്താണ്? എന്താ? നമ്മൾ കൺവെൻഷണൽ വാർഹെഡ് അല്ലെങ്കിൽ കൺവെൻഷണൽ ഡിഫൻസീവ് മെക്കാനിസം ആണ് നമ്മുടെ എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും സർവൈലൻസ് എക്യുപ്മെന്റ്സുകളെല്ലാം. പക്ഷെ പുതിയ ഏറ്റവും ഭയങ്കര ഗ്രോയിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഡ്രോൺ ഇൻഡസ്ട്രി. ഇപ്പൊ ഇന്ത്യ പോലുള്ളൊരു കൺട്രിയിൽ ഡ്രോണുകൾക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ അത് ഭയങ്കരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സ്പൈ വർക്കിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഈ നാഷണൽ സെക്യൂരിറ്റിനെയോ അല്ലെങ്കിൽ എയർലൈൻ സെക്യൂരിറ്റിനെയോ ബാധിക്കാം. ഇനി അതുമല്ലെങ്കിൽ പ്രൈവസി കൺസേൺസ് ഉണ്ടാവാം, അല്ലെ? നമ്മൾ അൺവാണ്ടഡ് ഡാറ്റ കളക്ഷനും ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട് ഡ്രോൺ. അപ്പം ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ കൂടിയ സാഹചര്യത്തിൽ റീസെൻ്റ്ലിയാണ് ക്യാബിനറ്റ് നാഷണൽ ഡ്രോൺ പോളിസി ഡ്രാഫ്റ്റ് പുറത്തിറക്കിയത്. ഈ ആസ് പെർ നാഷണൽ ഡ്രോൺ പോളിസി വി ഹാവ് ക്ലാസിഫൈഡ് ദ ഡ്രോൺസ് ബേസ്ഡ് ഓൺ ദെയർ വെയിറ്റ്. വെയിറ്റിനനുസരിച്ച് എന്തുകൊണ്ടാണ് ക്ലാസിഫൈ ചെയ്യുന്ന ഡ്രോൺസിനെ? ഹൈറ്റിനനുസരിച്ചൊന്നും ചെയ്യാതെ വെയിറ്റിനനുസരിച്ച് ചെയ്യാനുള്ള കാരണം, യൂഷ്വലി വെയിറ്റിനനുസരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റേഞ്ചും കൂടെ സിമിലർ ആയിരിക്കും. അതായത് വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന ക്യാമറയും ടെക്നോളജിയും അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വാർഹെഡിനെ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഡ്രോണുകളും വാർഹെഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ക്യാൻ ക്യാരി എക്സ്പ്ലോസീവ്സ്. അതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പഞ്ചാബ് റീജിയനിലൊക്കെ ഒരുപാട് ഡ്രഗുകളുടെ ട്രാൻസ്മിഷൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതും ഡ്രോണുകളാണ്. ഡ്രോണുകളിൽ ക്യാരി ഔട്ട് ചെയ്യും, കെട്ടിയിടും, എന്നിട്ട് പറത്തി വിടും. 2.5 കിലോമീറ്റർ ഒക്കെ റേഞ്ചിലെ ഡ്രോണുകളുണ്ട്. അപ്പോൾ പറന്ന് അവിടെ ഇങ്ങനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെ ക്രിട്ടിക്കൽ സോണുകളിലുള്ള ഡ്രോൺ ഫ്ലൈയിങ് പ്രിവെന്റ് ചെയ്യുക. റഡാറിൽ സ്പോട്ട് ചെയ്യാം, പക്ഷെ നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സ്മോൾ ഒബ്ജക്റ്റ് ആണ്. അത് മാത്രമല്ല ക്വിക്ക് ആയിരിക്കും, അത് ആക്ഷൻ ക്വിക്ക് ആയിരിക്കും. അപ്പം അത് മാത്രമല്ല ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്, ഈവൻ ഇഫ് യു ഗെറ്റ് എ ഡ്രോൺ യു വോണ്ട് ബി ഏബിൾ ടു ട്രാക്ക് ദ യൂസർ. ഇത് ആരാണ് വിട്ടതെന്നോ ആരാണ് കൺട്രോൾ ചെയ്യുന്നോ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ UIN മെത്തേഡ്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, ഇനി മുതൽ ഡ്രോണുകളെ 5 കാറ്റഗറിയെ തിരിച്ചപ്പോൾ നാനോ എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ 200 ഗ്രാമിന് താഴെ മാത്രം ഭാരം വരുന്ന സാധനം. അതിനൊഴികെ മറ്റെല്ലാ ക്ലാസ്സുകൾക്കും ഇനി മുതൽ UIN ആവശ്യമുണ്ട്, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. നമ്മൾ ആധാർ പോലെ തന്നെ ഓരോ ഡ്രോണുകൾക്കൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതുപോലെ നാനോ അല്ലാത്ത എല്ലാ ടൈപ്പ് ഓഫ് ഡ്രോണുകൾക്കും ഗവൺമെന്റ് ചില മാൻഡേറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇന്ന ടെക്നോളജികൾ നിർബന്ധമായിരിക്കണം. ഫോർ എക്സാമ്പിൾ GPS ഗൈഡഡ് പ്രിസിഷൻ ഡിവൈസ് നിർബന്ധമാണ്. ആന്റി കൊളീഷൻ ലൈറ്റ്സ് നിർബന്ധമാണ്. എന്താ ആന്റി കൊളീഷൻ ലൈറ്റ്സ്? നിങ്ങളൊരു എയർക്രാഫ്റ്റ് ഒരു ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആകാശത്ത് പറന്നു പോകുന്ന സാധനം നമ്മൾ ഇവിടുന്നൊക്കെ ലൈറ്റ് കത്തുന്ന കാണാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ച, ചുവപ്പ്, അങ്ങനെ 3-4 കളർ ലൈറ്റ് കത്തുന്നതാണ്. ഇതിന്റെ പേർപ്പസ് എന്താ? ഇത് നമുക്ക് കാണാനാണോ ഫ്ലൈറ്റ് വരുന്നത്? അല്ല, ഇത് എയറിലുള്ള മറ്റൊരു ഒബ്ജക്റ്റിന് ഇതൊരു പോസിബിൾ ഹിറ്റിംഗ് ടാർഗറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതായത് ഈ ഫ്ലൈറ്റിന്റെ നമ്മൾ സാധാരണ പറയും വിങ്ങിന്റെ ഇവിടെയും
ഇവിടെയും ലൈറ്റുകൾ ഉണ്ടാവും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂഷ്വലി എയർ ട്രാഫിക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്ന റഡാർ സിസ്റ്റത്തിനെയാണ്. അതായത് ATC, എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിയാണ് ഇന്ത്യയുടെ എയർ സ്പേസിനകത്തുള്ള എല്ലാ എയർ ട്രാഫിക്കിങ്ങും ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് ടെക്നോളജിനെ മാത്രം വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ദർ ഷുഡ് ബി എ മാനുവൽ ടേക്ക് ഓവർ. അതായത് പൈലറ്റിനെ അസസ് ചെയ്യാൻ പറ്റണം മുന്നിൽ എന്തെങ്കിലും ഒരു അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് ഉണ്ടോ, ഒരു ഹിറ്റിംഗ് ടാർഗറ്റ് ഉണ്ടോ. അപ്പം ഇങ്ങനെ ഒരു ലൈറ്റിംഗ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇഫ് ഐ എം ഫ്ലൈയിങ് എൻ എയർക്രാഫ്റ്റ്, ഞാൻ ഒരു ലൈറ്റ് മാത്രം കാണുകയാണ്. അത് കളർ കോഡ് ഉണ്ടാവും. ഇവിടെയും ഗ്രീൻ ആയിരിക്കും, ഇവിടെയും റെഡ് ആയിരിക്കും. അത് വാരീസ്, ഡിപ്പെൻഡ്സ് ഓൺ എയർക്രാഫ്റ്റ്. ഞാനൊരു ഗ്രീൻ ലൈറ്റ് മാത്രം കാണുകയാണെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാം? എൻ്റെ മുന്നിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, വേറെ ഡയറക്ഷനിലാണ് ഫ്ലൈ ചെയ്യുന്നത് അല്ലേ? കാരണം ഇവിടുന്ന് ഫ്ലൈറ്റ് വരുമ്പോൾ ഈ ലൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഇവിടുന്നാണെങ്കിലും ഈ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റൂ. നേരെ ഫ്രണ്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ എനിക്ക് 3 ലൈറ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ വാർണിംഗ് സൈൻ. ഇനി പുറകിൽ നിന്നാണെങ്കിലോ ഒരു ലൈറ്റ് ആണോ? 3 ലൈറ്റ് കാണാൻ പറ്റും, അപ്പോഴും വാർണിംഗ് ആണ്. മനസ്സിലായി? ഈ ലൈറ്റ് കണ്ടിട്ടാണ്, ഇതാണ് കൊളീഷൻ, ആന്റി കൊളീഷൻ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആദ്യം ഡ്രോണിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതി വെക്കുക. നമ്മൾ 5 ഡ്രോണുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 is നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. ഇതിനകത്ത് നാനോന് UAN ആവശ്യമില്ല. ഓരോന്നിന് ജസ്റ്റ് വെയിറ്റും കൂടെ എഴുതി വെച്ചോ. നാനോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 grams. 250 ഗ്രാമിന് താഴെയുള്ളതാണ് നാനോ. ദിസ് ഇസ് മൈക്രോ ഈസ് 250 gram to 2 kg. 250 gram to 2 kg. Small is 2 kg to 25 kg. This is 25 to 150 kg and large is greater than 150 kg. 150 കിലോഗ്രാം ഒക്കെ ഉള്ള ഡ്രോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അത്രയും കൂടുതലായിരിക്കും, ലാർജ് ഡ്രോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് എയ്തർ നാനോ ആയിരിക്കും, ചിലപ്പോൾ മൈക്രോ ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ GPS ഗൈഡഡ് നാവിഗേഷൻ എല്ലാ ഡ്രോണുകൾക്കും ഇപ്പോൾ നമ്മൾ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. പക്ഷേ ആസ് പെർ പോളിസി നമ്മൾ ഇതിന് ഈ ബാക്കി എണ്ണത്തിനെ പറയുന്നുള്ളൂ. ബട്ട് ദിസ് ഈസ് അവൈലബിൾ ഇൻ എവറി ഡ്രോൺ. എന്തുകൊണ്ടാണ് GPS സിസ്റ്റം വേണമെന്ന് മാൻഡേറ്ററി ആണെന്ന് പറയാനുള്ള കാരണം? അങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്യാം. ട്രാക്ക് ചെയ്യുന്നത് പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ ജോലിയല്ലേ. നമ്മുടെ ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ നാഷണൽ സെക്യൂരിറ്റി കൺസേൺ ഓൺ GPS? അല്ല, അത് UAN അല്ലേ, അതിന് GPS വേണ്ടല്ലോ, അതിനാണ് UAN. ലൈക്ക് എനി ഓഫ് ദീസ് 4 കാറ്റഗറി നിങ്ങൾക്കൊരു ഡ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു UAN നമ്പർ ഉണ്ടാവും. സോ അത് എവിടെന്നെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് രജിസ്റ്റേർഡ് യൂസർ എന്ന് മനസ്സിലാവും. പക്ഷെ GPS സിസ്റ്റം എന്തിനാ? Based on GPS coordinates, we have made no flying zones across India. For example, നിങ്ങൾക്ക് എയർപോർട്ടിൻ്റെ റൺവേ പരിസരം അതൊരു നോ ഫ്ലൈയിങ് സോൺ ആയിരിക്കും. അതേപോലെ ഡിഫൻസിൻ്റെ ഒരു ഏരിയ അതൊരു നോൺ ഫ്ലൈയിങ് സോൺ ആയിരിക്കും. സോ ഈ നോൺ ഫ്ലൈയിങ് സോണുകൾ DGCA ആണ് തീരുമാനിക്കുന്നത്. DGCA എന്ന് വെച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഈ DGCA തീരുമാനിച്ച നോ ഫ്ലൈയിങ് സോണുകളിൽ ഒരു ഒബ്ജക്റ്റും പറക്കാൻ പാടില്ല, അൺരജിസ്റ്റേർഡ് ആയി. സോ നമ്മൾ GPS ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് ഇതിലൊക്കെ നോ ഫ്ലൈയിങ് മാർക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവച്ച് ഡ്രോൺ പറത്താൻ നോക്കിയാൽ അത് ടേക്ക് ഓഫ് ചെയ്യില്ല. ദാറ്റ് വിൽ ഡിസ്പ്ലേ ആസ് ആക്സസ് ഡിനൈഡ്. അതുകൊണ്ട് അങ്ങനെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ആക്സസ് ഡിനയലും കൺട്രോളും ചെയ്യാൻ വേണ്ടിയാണ് GPS കോർഡിനേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എഴുതി വെക്കുക, എക്സെപ്റ്റ് നാനോ ഡ്രോൺസ്, എക്സെപ്റ്റ് നാനോ ഡ്രോൺസ്, all other categories should have the following facilities, as per national drone policy. അതിനകത്ത് ഫസ്റ്റ് വൺ GPS guiding. സെക്കൻഡ് വൺ RTH ടെക്നോളജി. RTH കേട്ടിട്ടുണ്ടോ? റിട്ടേൺ ടു ഹോം ടെക്നോളജി എന്ന് പറയും. എന്താ റിട്ടേൺ ടു ഹോം? സിഗ്നൽ ലോസ്റ്റ് ആകുമ്പോൾ
അതായത് ഒരു ഡ്രോണിന് സാറിന് 2 യൂണിറ്റാണ്, ഒന്നൊരു ഫ്ലൈയിങ് യൂണിറ്റും ഒന്നൊരു കൺട്രോൾ യൂണിറ്റും. കൺട്രോൾ യൂണിറ്റ് ആണ് നമ്മളെ ഈ കിടക്കുന്ന റിമോട്ട് പോലത്തെ സാധനം. ഇതർ അതൊരു ചിലപ്പോൾ ഒരു നോട്ട് പാഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും, ചിലപ്പോൾ സെപ്പറേറ്റ് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സാധനവും ഡ്രോണും തമ്മിലുള്ള കോൺടാക്ട് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റ് എന്തെങ്കിലും തകരാറുണ്ടാവും, ഇനി അതല്ലെങ്കിൽ ഫാർ റേഞ്ച് പോയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സിസ്റ്റം നോൺ ആസ് RTH, റിട്ടേൺ ടു ഹോം ടെക്നോളജി. എന്ന് വെച്ചാൽ in case of any signal loss or any issue, the drone should come back to the controller. Controller location എവിടെയാണോ അത് ഐഡന്റിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലൈ ബാക്ക് ചെയ്യണം. ഈ 4 അതുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ആന്റി കൊളീഷൻ ലൈറ്റ്, അതറിയാമെന്നിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഫ്ലൈറ്റ് കൺട്രോളർ വിത്ത് ഫ്ലൈറ്റ് ഡാറ്റ ലോഗിങ്. ഇത് നമുക്ക് IT-യിലും ആവശ്യമുണ്ട്. ഡാറ്റ ലോഗിങ്. വാട്ട് ഈസ് ഡാറ്റ ലോഗിങ്? എന്താ ഡാറ്റ ലോഗിങ് എന്ന് വെച്ചാൽ? ഫ്ലൈറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഇത് പറയുന്നത് കൺട്രോൾ യൂണിറ്റിൽ ഒരു ഫ്ലൈറ്റ് ഡാറ്റ യൂണിറ്റും വേണം, അതിന് ഡാറ്റ ലോഗിങ്ങും വേണം. വാട്ട് ഈസ് ഫ്ലൈറ്റ് ഡാറ്റ? ഒരു എയർക്രാഫ്റ്റിന്റെ ഫ്ലൈറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ബ്ലാക്ക് ബോക്സ് അതിനുള്ളൊരു എക്യുപ്മെന്റ് ആണ്. ഫ്ലൈറ്റ് ഡാറ്റ എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോഴുള്ള എല്ലാ കോർഡിനേറ്റ്സും മെഷേഴ്സും അതിൻ്റെ സിസ്റ്റം കാണിക്കുന്ന എല്ലാ മെഷർമെൻറ്റും ഫ്യൂവൽ അളവും അതിനകത്ത് കോക്പിറ്റിൽ സംസാരിക്കുന്ന സൗണ്ട് വേവ്സും എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് സേഫായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ സാധനങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതിയോ? ഇത് ആർക്ക് ആക്സസ് ചെയ്യാനും കൂടെ പറ്റണം? ഒരു എക്സ്റ്റേണൽ സർവൈലൻസ് ഏജൻസിക്ക് വേണ്ട സമയത്ത് ചെക്ക് ചെയ്യാനും പറ്റണം. അതായത് ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ എൻ്റെ ഫ്ലൈയിങ് ഡാറ്റ ഒരു നെറ്റ്വർക്കിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അത് തിരിച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, അത് നെറ്റിൽ ലോഗിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അപ്പം വേറൊരു എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ആവശ്യമുള്ള സമയത്ത് DGCAക്ക് ഈ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവണം ഈ എയർക്രാഫ്റ്റുകൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്. സോ ഇതേ കാര്യം ഈ 4 ലെവൽ ഡ്രോണുകൾക്കും ആവശ്യമുണ്ട്. ദർ ഷുഡ് ബി എ ഡാറ്റ, ഫ്ലൈറ്റ് ഡാറ്റ ആസ് വെൽ ആസ് ഫ്ലൈറ്റ് ഡാറ്റ ലോഗിങ് ഫെസിലിറ്റി. അടുത്തത് RFID ആൻഡ് സിം കാർഡ്. RFID ഓർ സിം കാർഡ്. എന്തിനാ RFIDയും സിം കാർഡും? either of RFID or SIM card, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാൻഡേറ്ററി ആണ്. എന്താ RFID എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ആണ് RFID. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ IT-യിലൊക്കെ ഓഫീസിലേക്കൊക്കെ ടാഗ് കൊടുത്തിട്ടുണ്ടാവും. ID കാർഡിന്റെ പുറകിലൊരു ടാഗ് ഉണ്ടാവും. ആ ടാഗ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത്. ഓർ യു ക്യാൻ ഓൾസോ ഓതന്റിക്കേറ്റ് യൂസിങ് യുവർ ഫിംഗർ പ്രിന്റ്, അല്ലെങ്കിൽ RFID മതി. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ RFID എന്ന് വെച്ചാൽ ഇപ്പം എന്താ? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു RFID തരികയാണെങ്കിൽ എല്ലാത്തിനും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ടാഗിന്റെ ഫ്രീക്വൻസി ആയിരിക്കില്ല ഇയാളുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ ബേസിക്കലി ഞാനൊരു റേഡിയോ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ പോയി സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസി എൻ്റെ ഫ്രീക്വൻസിയിൽ റിഫ്ലക്റ്റ് ആവും. കാരണം എൻ്റെ കയ്യിലുള്ള ഫ്രീക്വൻസിയാണ് റിഫ്ലക്റ്റ് ആവുന്നത്. അപ്പോൾ മനസ്സിലാവും ഇത് ഇന്ന എംപ്ലോയി ആണ്. സോ ഇങ്ങനെ RFID വെച്ചിട്ട് എല്ലാ ഡ്രോണുകൾക്കും ഒരു പെർട്ടിക്കുലർ RFID കാർഡ് ഇഷ്യൂ ചെയ്യാം. സോ RFID വെച്ചിട്ട് നിങ്ങൾക്ക് ഡ്രോണിനെ ടാഗ് ചെയ്യാൻ പറ്റും, ഏത് ഡ്രോണാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ സിം കാർഡ്. എന്തിനാ സിം കാർഡ് യൂസ് ചെയ്യുന്നത്? സിം കാർഡ് മാൻഡേറ്ററി അല്ല, either one of this എന്നാണ് പറയുന്നത്. സിം കാർഡ് എന്തിനാ? സിം കാർഡ് എൻഷുവേഴ്സ് സ്മൂത്തർ കണക്ടിവിറ്റി. അതായത് എന്തെങ്കിലും കണക്ഷൻ ലോസ് ആയി കഴിഞ്ഞാലും മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സാധാരണ ഡ്രോൺ അതിൻ്റെ കൺട്രോൾ യൂണിറ്റുമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് വയർലെസ് ഡ്രൈവ് വെച്ചിട്ടാണ്. അതായത് വയർലെസ് റേഞ്ചിനകത്ത് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ സിം കാർഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ള ഡ്രോണിനെ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. ആർമിയൊക്കെ യൂസ് ചെയ്യുന്നത് സിം ബേസ്ഡ് RFID ആണ്. നെക്സ്റ്റ് വൺ ഇസ് നോ പെർമിഷൻ നോ ടേക്ക് ഓഫ്. നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് കപ്പാസിറ്റി. നോ പെർമിഷൻ നോ ടേക്ക് ഓഫ് കപ്പാസിറ്റി. അതായത് ഈ ആദ്യം കോർഡിനേറ്റ്സ് ചെക്ക് ചെയ്യണം ഡ്രോൺ ഓണായിട്ട്. അത് പ്രിവെൻറ്റഡ് സോൺ ആണെങ്കിൽ എഴുതി കാണിക്കണം, ഡിസ്പ്ലേ ചെയ്യണം, ടേക്ക് ഓഫ് ചെയ്യാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം നാഷണൽ ഡ്രോൺ പോളിസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ എക്സാംസ് ഒന്നും ചോദിച്ചു വന്നിട്ടില്ല, റീസെൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ലോക്കൽ PSCക്ക് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ 2-3 പ്രാവശ്യം വാർത്തയായിട്ടുണ്ടായിരുന്നു പേപ്പറിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അത് കുറച്ചും കൂടെ ന്യൂസ് ആയിട്ടുണ്ട് ഈ സംഭവം, ഡ്രോൺ പോളിസി. അപ്പം അതുകൊണ്ട് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവിടെ ശംഖുമുഖത്ത് ഡ്രോൺ പറത്തിയിട്ട് അൺഐഡന്റിഫൈഡ് ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം
അത്രയാണ് ഡ്രോൺ പോളിസി. നെക്സ്റ്റ് വൺ എഴുതാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു ആരോ, ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. എന്താ ആന്റി സാറ്റലൈറ്റ് മിസൈൽ? സാധാരണ നമ്മൾ മിസൈൽ യൂസ് ചെയ്ത് ഡിസ്ട്രക്ട് ചെയ്യുന്നത് ഒരു ഏരിയൽ ടാർഗറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ടാർഗറ്റിനെയോ ആയിരിക്കും. ഇതുവരെ നമ്മൾ ഒരു സാറ്റലൈറ്റിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു സ്പേസ് വാർ എന്ന് പറയുന്ന ഒരു സാധനം വരാൻ സാധ്യത ഉള്ളതായതുകൊണ്ട് തന്നെ സാറ്റലൈറ്റുകളുടെ ഡിസ്ട്രക്ഷൻ ഇനി കപ്പാസിറ്റി നമുക്ക് വേണം. നിലവിൽ ഏതൊക്കെ രാജ്യത്തിന് ഈ കപ്പാസിറ്റി ഉണ്ട്? ഇന്ത്യ എത്രാമത്തെ രാജ്യമാണ്? നമ്മൾ എവിടെ നിന്നാണ് ഇത് ടെസ്റ്റ് ഫയർ ചെയ്തത്? നമുക്ക് ഇത്രയാണ് വേണ്ടത്. എവിടെ നിന്നാണ് ടെസ്റ്റ് ഫയർ ചെയ്തത്, കപ്പാസിറ്റി എന്താണ്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, മറ്റേതൊക്കെ ഫോഴ്സസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. US-ഉം ചൈനയും റഷ്യയാണ് നിലവിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിനകത്തൊന്നുമില്ല. ഇറ്റ് ഇസ് എൻ ഇന്റർസെപ്റ്റർ മിസൈൽ used for destruction of satellites. ഇത് എവിടുന്നാണ് ടെസ്റ്റ് ഫയർ ചെയ്ത്? ബാലാസോർ റേഞ്ച് ആണ്. ബാലാസോർ റേഞ്ച് ഓഫ് ഒഡീഷ. കുറെ റേഞ്ചുകളുണ്ട് ഇന്ത്യക്ക്. പൊക്രാൻ റേഞ്ച്, ബാലാസോർ റേഞ്ച് കേട്ടിട്ടുണ്ടോ? റേഞ്ചുകൾ വെച്ചാൽ ബേസിക്കലി ബാരൻ ലാൻഡാണ് ടെസ്റ്റ് ഫയർ ഒക്കെ ചെയ്യാൻ പറ്റിയത്. ബാലാസോർ റേഞ്ച് ഓഫ് ഒഡീഷ. ബാലാസോർ റേഞ്ച് ഓഫ് ഒഡീഷ. ഇത് എവിടെയുള്ള ടാർഗറ്റിനെയാണ് ഹിറ്റ് ചെയ്തത് അറിയോ? ഏത് ലൊക്കേഷനിലുള്ള സാറ്റലൈറ്റിനെയാണ്? ലോവർ എർത്ത് ഓർബിറ്റിലുള്ള ഇന്ത്യയുടെ ലൈവായിട്ടുള്ള സാറ്റലൈറ്റിനെ നമ്മൾ ഡീകമ്മീഷൻ ചെയ്യാനിരുന്ന സാറ്റലൈറ്റ് ആണ്, ബട്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. അതിനെയാണ് ഹിറ്റ് ചെയ്തത്. ലോവർ എർത്ത് ഓർബിറ്റിലുള്ള ഇന്ത്യൻ സാറ്റലൈറ്റ് ലൈവ് സാറ്റലൈറ്റിനെയാണ് ഹിറ്റ് ചെയ്തത്. India is fourth in the world to attain satellite hitting capability. USA, റഷ്യ, ചൈനയാണ് അതിന് മുന്നേ കേപ്പബിൾ ആയിട്ടുള്ളത്.